ഹലോ, വെൽക്കം ടു നൈറാസ് മംസ് വേൾഡ്. ഇന്നൊരു ഈവനിങ് വ്ളോഗാണ് കേട്ടോ ഞാൻ പ്ലാൻ ചെയ്തതല്ല, പിന്നെ ഇങ്ങനെ ഇരുന്നപ്പോൾ തോന്നി ഒരു ഈവനിങ് വ്ളോഗ് ചെയ്യാന്നുള്ളത്. അപ്പം ഇങ്ങനെയാ തുടങ്ങിയാലോ? അങ്ങനെ വൈകുന്നേരത്തെ പരിപാടിയിലേക്ക് കിടക്കാം. കനിമോൾ എണീറ്റ് കഴിഞ്ഞാലുള്ള പൂരം നിങ്ങൾ മുന്നേ ഉള്ള വ്ളോഗിൽ കണ്ടതാലേ, എപ്പോഴും അങ്ങനെ തന്നെയാട്ടോ. അപ്പം മെല്ലെ അതൊക്കെ കഴിഞ്ഞ് സോപ്പ് ഇട്ട് മെല്ലെ കുറച്ച് നേരം ബാൽക്കണി കൊണ്ട് നിർത്തും. തണുപ്പില്ലെങ്കിൽ കേട്ടോ, മുടിയൊക്കെ ഒന്ന് മാടിക്കൊടുത്ത് ചുമ്മാ കുറച്ച് നേരം ഫ്ലൈറ്റ്സൊക്കെ പോകുന്നത് നോക്കി, ഹെലികോപ്റ്റർ പോകുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ ഓരോ വർത്തമാനം പറഞ്ഞ് ഒന്ന് ഓക്കെ ആക്കി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാട്ടോ. ആളൊന്ന് ഉറക്കത്തിൻ്റെ പ്രാന്തം ഇങ്ങോട്ട് താഴോട്ട് ഇറങ്ങാൻ കുറേ നേരം എടുക്കും. പിന്നെ അത് കഴിഞ്ഞാൽ സ്നാക്സിനാണ് അടുത്ത പൂരം. അപ്പോൾ അവൾക്കുള്ള സ്നാക്സ് കൊടുക്കുമായിരുന്നു കേട്ടോ ഞാൻ. കനീൻ്റെ മുഖം കണ്ടില്ലേ, ഒരു സുഖമില്ലല്ലേ. സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തൊട്ടൊരു വയറുവേദനയായിട്ടാണ് വന്നിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കരച്ചിലൊക്കെയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്ക് വയറുവേദനിക്കും, ഇടയ്ക്ക് വയറുവേദനിക്കില്ല. അപ്പോൾ അതിൻ്റെ ഒരു വാശി ഉണ്ടായിരുന്നു. അതിന് ഞാൻ വേഗം പാത്രം കഴുകൽ പരിപാടിയിലേക്കൊക്കെ കടന്നു. കാരണം ഉച്ചയ്ക്ക് എനിക്ക് ആ പരിപാടിയോടെ ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആളുടെ വയറുവേദന കാരണം കൂടെ കിടക്കേണ്ടി വന്നിരുന്നു കേട്ടോ. അങ്ങനെ കുക്കർ കഴുകിയപ്പോഴാണ് കുക്കറിൻ്റെ പിടി വിട്ട കാര്യം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതെ, ഈ പ്രിങ്കിൾസിൻ്റെ പാത്രം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, ഫ്രിഡ്ജിൻ്റെ മുകളിൽ 2 അതിൽ ഒന്നിൽ ഇങ്ങനത്തെ സാധന സാമഗ്രികളാണ് ഞാൻ സൂക്ഷിക്കാറുള്ളത്. ഇനി ഒന്നിൽ എന്താണെന്നുള്ളത് കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിങ്ങനെ ശരിയാക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. ഈ ഒരു നട്ട്സൊക്കെ ഇങ്ങനെ ലൂസായി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ റെഡിയാക്കില്ലേ, എനിക്ക് ആ പരിപാടിയൊക്കെ ഇഷ്ടം കേട്ടോ. പിന്നെ നേരെ സ്റ്റൗ ഒന്ന് ക്ലീൻ ചെയ്യലായി. ഞാൻ പറഞ്ഞില്ലേ, ഉച്ചയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. ആൾ നല്ല വാശിയായിരുന്നു വയറുവേദന വന്നപ്പോൾ. അപ്പോൾ പിന്നെ മെല്ലെ എല്ലാ പരിപാടികളും ആളവിടെ മെല്ലെ ഒതുക്കിയ ശേഷമാണ് ഞാൻ ചെയ്തു തുടങ്ങിയത്. മേശ ക്ലീൻ ചെയ്യൽ, അടിച്ചു വാരൽ, അങ്ങനത്തെ പരിപാടികളൊക്കെ. അപ്പോഴാണ് വെള്ളം കൊണ്ടുവച്ചിരുന്നതും ഞാനത് ഉള്ളിക്കെടുത്ത് വെച്ചതാണ്. പിന്നെ പൊതുവെ സ്നാക്സ് കൊടുത്തു കഴിഞ്ഞാൽ കനി അതൊരു 1-1.5 മണിക്കൂർ വെച്ചിട്ടാണ് കഴിക്കുക. അപ്പം ഞാനിങ്ങനെ പറയുമായിരുന്നു, സമയമായാൽ ഞാൻ വാങ്ങി വെക്കുക. കാരണം എപ്പോഴും അവൾ ഇത്രയും സമയം എടുത്തിട്ടാണ് കഴിക്കാറുള്ളത്. അങ്ങനെ അടിച്ചുവാരൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഡ്രസ്സ് എടുത്ത് വെക്കാൻ തുടങ്ങി. ഡ്രസ്സ് എടുത്ത് വെക്കാനല്ല, ഡ്രസ്സ് മടക്കി വെക്കാൻ. അങ്ങനെ മടക്കി വെക്കൽ പരിപാടികൾ കഴിഞ്ഞ് അത്ര ഭംഗിയിലൊന്നുമല്ല, എന്നാലും അത് കഴിഞ്ഞ ശേഷം അവക്കുള്ള കഷായം ഉണ്ടാക്കലാണ്. ഇത് പാലക്കാടുകാരുടെ കഷായമാണ്, പ്രത്യേകിച്ച് പല്ലശ്ശന. ഞാൻ പല്ലശ്ശന എത്തിയ ശേഷം കേട്ടോ ഈ ഒരു കഷായം അറിഞ്ഞത്. എന്ത് വേദന വന്നാലും ഈ കഷായം കുടിച്ചാൽ മാറും, അങ്ങനെയാണ് അവർ പറയാറുള്ളത്. അപ്പം പിന്നെ ഞാനത് ഉണ്ടാക്കി കൊടുത്തതാണ് കേട്ടോ. ഞാൻ കുടിക്കാറുണ്ട്, ഗ്യാസിൻ്റെയോ അല്ലെങ്കിൽ വയറുവേദനയൊക്കെ വരുമ്പോൾ ഞാനും ഉണ്ടാക്കി കുടിക്കാൻ തുടങ്ങിയത് വേണം പറയാൻ. അപ്പോൾ പിന്നെ അവൾക്കും അത് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അങ്ങനെ കുടിച്ചിട്ട് അവളെ വയറുവേദന പോവുകയാണെങ്കിൽ പോട്ടെ എന്ന് വിചാരിച്ചു. ഈ കഷായത്തിലെ മെയിൻ താരങ്ങൾ ജീരകം, ഉലുവയാണ് കേട്ടോ. ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞ് അടുത്ത പാത്രം കഴുകലിലേക്ക്. ഇതൊരു അക്ഷയ പാത്രമായിട്ട് എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. ഈ വാഷ് ബേസിൻ ഇതിനുള്ളിൽ ഇങ്ങനെ നിറഞ്ഞുകൊണ്ടേയിരിക്കും. പാത്രം കഴുകുന്നു, വീണ്ടും നിറയുന്നു, പാത്രം കഴുകുന്നു, വീണ്ടും നിറയുന്നു. നിങ്ങൾക്കൊക്കെ അങ്ങനെ തോന്നാറുണ്ടോ? എനിക്ക് എപ്പോഴും തോന്നും, പണിയെടുക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ട്, പണിയല്ല കുക്കിംഗ് ചെയ്യുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് ഈ പാത്രം കഴുകല. ഇതിങ്ങനെ കഴുകിക്കൊണ്ടേയിരിക്കണം, തീരത്തേയില്ല. പിന്നെ സൈഷേട്ടൻ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളുടെ അടുത്ത പരിപാടി ഇഞ്ചിച്ചായ കുടിക്കലാണ്. ഞാൻ കഴിഞ്ഞ ബ്ലോഗിൽ അതും പറഞ്ഞിരുന്നു, ഇഞ്ചിച്ചായയിൽ ആരോ കൈവശം കൊടുത്തു. ഇപ്പം ഞാനും അത് കുടിക്കാൻ തുടങ്ങി കേട്ടോ. സംഭവം രസമാണ്, കുടിച്ച് തുടങ്ങുമ്പോൾ നമുക്ക് എന്തോ ഒരു റിഫ്രഷ് ആയൊരു ഫീലൊക്കെ കിട്ടും. അപ്പോൾ പിന്നെ ഇഞ്ചി ചായ ഉണ്ടാക്കലിലേക്ക് കടന്നു. ചായ എന്താ അവിടെ വെട്ടിത്തെളിച്ചോണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ സ്മെല്ലടിച്ചപ്പോഴാണ് ഞാൻ ഓർത്തത് ഇന്ന് ചന്ദനത്തിരി കത്തിച്ചിട്ടില്ല എന്നുള്ളത്. അപ്പോൾ അത് കണ്ടില്ലേ, അടുത്ത പ്രിങ്കിൾസിൻ്റെ പാത്രത്തിൽ ചന്ദനത്തിരികളാണ് ഇരിക്കുന്നത്. അങ്ങനെ ചന്ദനത്തിരി എടുത്ത് അത് കത്തിക്കലാണ് അടുത്ത പതിവ്. എനിക്ക് ഈ ചന്ദനത്തിരിയുടെ സ്മെല്ലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞാൽ വൈകുന്നേരം 2 ചന്ദനത്തിരി അവിടെ കത്തിച്ച് വയ്ക്കാറുണ്ട്, അതിൻ്റെ സ്മെൽ. അങ്ങനെ കഷായം ഏകദേശം റെഡി ആയിട്ടോ. ഇനി ചായ ഉണ്ടാക്കലാണ് അടുത്ത പരിപാടി. അത് അവിടെ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സൈഷേട്ടൻ കുളിച്ച് വരുമ്പോഴേക്കും ചായ റെഡി. ഇനി അടുത്ത പരിപാടി ദൈവത്തിന് വിളക്ക് കത്തിക്കലാണ് കേട്ടോ. അത് ഞാൻ മാത്രമല്ല, സൈഷേട്ടനും ഇടയ്ക്ക് ചെയ്യാറുണ്ട്. ഞങ്ങൾ മാറി മാറിയിട്ടാണ് ഇവിടെ ചെയ്യാറുള്ളത്. ഇനി ഈ കഷായം കുടിപ്പിക്കണം. അതിൻ്റെ മണം കൊണ്ടാട്ടോ മൂക്ക് പൊത്തിയത്. പിന്നെ ശർക്കര ഇട്ടിരുന്നു, അപ്പം മധുരം ഉണ്ടാകുമല്ലോ. അപ്പോൾ പിന്നെ അങ്ങനെ വലിയൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുറേ നേരം ആയപ്പോഴേക്കും ആളെ മൂടൊക്കെ ശരിയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് കടലൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു,
അതായിരുന്നു ഈവനിങ് സ്നാക്കായിട്ട് കഴിച്ചിരുന്നത്. മോളും അതൊക്കെ തന്നെയാണ് കേട്ടോ. നട്ട്സും അതുപോലെ ചിലപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ട ബിസ്ക്കറ്റ് കൊടുക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് മാറി മാറി വരാറുള്ളത്. ഇതാ സൈഷേട്ടൻ കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഈ പാലക്കാടുകാരന് പ്രാർത്ഥിക്കുന്ന സ്വഭാവമൊന്നും ഇല്ലേന്ന് വിചാരിക്കണ്ട കേട്ടോ. വന്നിട്ട് ഇതിൽ വീഡിയോയിൽ കണ്ടില്ലല്ലോ അല്ലേ, ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാഞ്ഞതാട്ടോ. ആൾ വന്ന് പ്രാർത്ഥിച്ച് ഒക്കെ കഴിഞ്ഞിട്ടാണ് ചായയൊക്കെ കുടിക്കാനിരിക്കുക. അങ്ങനെ ഒരുമിച്ചിരുന്ന് ഇഞ്ചി ചായ ആസ്വദിച്ച് കുടിക്കുന്നു. അപ്പുറത്ത് കനിമോള് കഷായം ആസ്വദിച്ച് കുടിക്കുന്നു കേട്ടോ. നിവിൻ പോളിയുടെ പുതിയൊരു മൂവി വരുന്നുണ്ടല്ലോ അല്ലേ തമിഴിൽ, അതിൻ്റെ ടീസർ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ. അതാണ് കനിമോള് ഇങ്ങനെ കൈയൊക്കെ പിടിച്ചിരിക്കുന്നത് കേട്ടോ. ഞാനിവിടെ കടല വറുക്കാറാട്ടോ. അപ്പോൾ കടല വറുക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഓർമ്മ വരും എൻ്റെ അച്ഛനെയാണ്. അച്ഛന് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കാര്യമാണത്. അപ്പോൾ അച്ഛൻ ഇങ്ങനെ തൊലി പൊളിച്ചിങ്ങനെ ഇരുന്ന് കഴിക്കാറുണ്ട്. എപ്പോൾ ഇവിടെ കണ്ടു കഴിഞ്ഞാൽ അച്ഛൻ വാങ്ങാറുമുണ്ട്. ഇതിങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കുന്നുള്ളത് ഈ വീഡിയോ കണ്ടപ്പോഴാട്ടോ എനിക്ക് മനസ്സിലായത്. അടുത്ത ടാസ്ക് ഇതാ കനിയുടെ ഹോംവർക്കും കനീനെ പഠിപ്പിക്കലും ഒക്കെയാണ് കേട്ടോ. ആ കാര്യങ്ങളായിട്ട് അങ്ങനെ അങ്ങ് പോവും. പിന്നെ അടുത്തത് ഡിന്നർ പ്രിപ്പറേഷനാണ്. എനിക്ക് നല്ല തണുപ്പ് തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കല്ല, ഇവിടെ തണുപ്പ് തുടങ്ങിയിരുന്നു. അപ്പോൾ എനിക്ക് നന്നായി തണുപ്പ് കിട്ടി തുടങ്ങി. ഞാൻ വേഗം പോയി സ്വെറ്ററൊക്കെ ഇടുമായിരുന്നു. ശേഷം പണിയിലേക്ക് കിടന്നു. ഇന്നത്തെ പരിപാടി ബിരിയാണിയാണ്. തംബ്നെയിൽ കണ്ടല്ലോ അല്ലേ. ഞാനിവിടെ 2 രീതിയിലും ബിരിയാണി ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ദം ചെയ്തിട്ടുള്ള ബിരിയാണി ഉണ്ടാക്കലുണ്ട്. ഇതിപ്പോൾ കുക്കർ ബിരിയാണിയാണ്. അപ്പോൾ 2 ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. ഈ കുക്കർ ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഷാൻജിയോ ചേട്ടൻ്റെയാണ് കേട്ടോ എടുക്കാറുള്ളത്. നന്നായി കിട്ടാറുണ്ട്. അതുകൊണ്ട് ബിരിയാണിയുടെ റെസിപ്പി ഞാനിവിടെ പറയുന്നില്ല, കാരണം ഷാൻജിയോ ചേട്ടൻ്റെ വീഡിയോ കണ്ടാൽ മതിയല്ലോ. ഇനി ബിരിയാണി എന്ന് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന മുഖം എൻ്റെ അമ്മയുടെയും പിന്നെ വീരുക്കുട്ടൻ്റെയാണ്. വീരുക്കുട്ടൻ ആരാന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. എൻ്റെ ചേച്ചിയുടെ മകനാണേ. ആൾക്ക് ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ അമ്മയുടെ അതേ ഇതാണ് കിട്ടിയിരിക്കുന്നതെന്ന് ഞങ്ങൾ പറയുക കേട്ടോ. ബിരിയാണി എന്ന് വെച്ചാൽ ഭയങ്കര ജീവനാണ്. എൻ്റെ അമ്മയെ ഈ പറയണ പോലെ എവിടെ ചെന്ന് കഴിഞ്ഞാലും ബിരിയാണിയാണ് കഴിക്കുക. ഇപ്പോൾ കുറച്ചായിട്ട് ബിരിയാണി മാറ്റി പിടിക്കാൻ തുടങ്ങിയതാണ്. എന്നാലും അമ്മ പോവുകയാണെങ്കിൽ ചിക്കൻ ബിരിയാണി ഇത് മാത്രമാണ് പറയാറുള്ളത്. അപ്പോൾ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ എനിക്ക് എപ്പോഴും ഇവരെ രണ്ടാളെയാണ് കേട്ടോ കൂടുതൽ ഓർമ്മ വരിക. കനിമോക്ക് പിന്നെ ഗീ റൈസിനോടാണ് താല്പര്യം. ഈ ഉള്ളി എരിയുമ്പോൾ കണ്ണ് വീറുമല്ലോ. അപ്പോൾ കണ്ണിൽ നിന്ന് വെള്ളം വരുന്നത് കനിമോള് കണ്ടു കഴിഞ്ഞാൽ അയ്യോ മമ്മി സാരില്ല എന്നൊക്കെ പറഞ്ഞ് കണ്ടൊക്കെ തുടച്ചു തരും കേട്ടോ, ടിഷ്യൂ ഒക്കെ എടുത്തിട്ട്. പക്ഷേ ഇന്ന് ഞാൻ എന്ത് ചെയ്തിട്ടും ആൾ വന്നതേ ഇല്ല കേട്ടോ. അവളെ പാട്ട് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. റെസിപ്പി പറയാനില്ലാത്തതുകൊണ്ട് ഇനി ഞാൻ എൻ്റെ കുക്കിങ്ങിൻ്റെ സ്റ്റോറി പറഞ്ഞാലോ. എനിക്ക് അങ്ങനെ കുക്കിംഗ് ഒന്നും അറിയുന്ന ഒരാളൊന്നും അല്ല കേട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കുക്ക് ചെയ്യാൻ. അതെങ്ങനെയാണെന്നല്ലേ, എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അമ്മ ചെയ്യുന്നത് കാണുമ്പോൾ അടുത്ത് പോയി നിൽക്കാനും ഈ കഷ്ണരിയൽ പരിപാടി ഉണ്ടാവല്ലോ അതിനൊക്കെ നിൽക്കലുണ്ടായിരുന്നു. കഷ്ണം അങ്ങനെ ചെറുതായിട്ട് അരിഞ്ഞു കൊടുക്കുക, അടുത്ത് പോയി ഇങ്ങനെ ഇളക്കി കൊടുക്കുക, അങ്ങനത്തെ പരിപാടികളാണ് ഞാൻ ചെയ്തിരുന്നത്. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഇഷ്ടമൊക്കെ തോന്നിയിരുന്നു. പിന്നെ കല്യാണം കഴിഞ്ഞ് പുറം നാട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ ഈ പരിപാടിയിലേക്ക് കിടക്കുന്നത്. അതുവരെ ഒരു സാധനം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു. അപ്പം ഞാൻ അവിടുന്ന് വരുമ്പോൾ എൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നും സൈഷേൻ്റെ അമ്മേൻ്റെ കയ്യിൽ നിന്നും ഇങ്ങനെ ഓരോ റെസിപ്പിയൊക്കെ വാങ്ങി അതൊക്കെ ഒരു ബുക്കിൽ എഴുതി വെച്ചിട്ടാട്ടോ വന്നിരുന്നത്. കാരണം പിന്നീട് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ വിളിക്കണ്ടല്ലോ, ആ ബുക്കിലെ റെസിപ്പി നോക്കി അങ്ങ് ഉണ്ടാക്കിയാൽ പോരെ, അങ്ങനെ വിചാരിച്ചിട്ടാണ്. പിന്നീട് അങ്ങോട്ടേക്ക് യൂട്യൂബും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയപ്പം വീണ ചേച്ചീൻ്റെയും ഷാൻജിയോ ചേട്ടൻ്റെയും അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ നോക്കിയിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കൽ. കൂടുതലും ഈ പറഞ്ഞ 2 ആൾക്കാരുടെ തന്നെയാണ് ഞാൻ നോക്കാറുള്ളത്. റെഫർ ചെയ്ത് ഓരോന്നും ഉണ്ടാക്കാറുണ്ട്. അങ്ങനെ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ട് ദം ബിരിയാണി നന്നായിട്ടുണ്ടായിരുന്നു. അതുപോലെ സദ്യവട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു തുടങ്ങി. ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഞാൻ നോക്കുന്നത്, എനിക്ക് ഈ ഒരു പ്രാവശ്യം വീഡിയോ കണ്ടുണ്ടാക്കുന്നതിനോട് എനിക്ക് അത്ര തൃപ്തിയില്ല. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ നോക്കും. കാരണം എന്തെങ്കിലും ഒരു ഐറ്റം ഞാൻ വിട്ട് കഴിഞ്ഞാൽ ആ ബിരിയാണി അത്ര അങ്ങ് നന്നാവില്ല, അതെനിക്കറിയാം. അതുകൊണ്ട് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്ന കേട്ടോ. റെസിപ്പി ഇങ്ങനെ നോക്കി ഉണ്ടാക്കുമ്പോൾ എല്ലാം ഇട്ടു എല്ലാം ആയി എന്നുള്ളൊരു ആ ഒരു സംതൃപ്തിയാണെങ്കിലേ അതിന് വേണ്ടിയിട്ടാട്ടോ. അങ്ങനെ വർത്തമാനം പറഞ്ഞ് അരിയിടലായി. അരി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനി വേഗം കുക്കർ അടയ്ക്കുക, വിസിലിന് കാത്തുക്കുക. അതാണ് അടുത്ത പരിപാടി.
ഇനി ബിരിയാണി അവിടെ കിടന്ന് ആവുന്ന ഗ്യാപ്പിൽ സിങ്കിൽ കിടക്കുന്ന പാത്രങ്ങൾ കഴുകാൻ വിചാരിച്ചു. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഒരു അക്ഷയ പാത്രമാണെന്ന്. എന്നെപ്പോലെ അങ്ങനെ ചിന്തിക്കുന്ന വേറെ ആരെങ്കിലും ഉണ്ടോ? നമ്മളിങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നു, അവിടെ പാത്രം നിറയുന്നു. ഇതെന്നെ പരിപാടി. ഈ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉണ്ടാവും ഒരു ലോഡ് പാത്രങ്ങളല്ലേ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കഴുകി വെച്ചുകൊണ്ടിരിക്കുകയാണ്. അടുത്ത പരിപാടി ഇതാ ദോശമാവ് അരക്കലാണേ. അപ്പോൾ അതിൻ്റെ അരി കഴുകുന്ന സീനായിരുന്നു കുറച്ച് മുന്നേ കണ്ടത്. ഞാൻ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ദോശമാവ് അരച്ചിരുന്നു. പിന്നെ മോളായ ശേഷം എനിക്കങ്ങനെ ദോശമാവ് അരയ്ക്കാൻ പറ്റിയിരുന്നില്ല. അവളെയും വെച്ച് നടക്കുക പറയണത് അതൊരു വലിയ പരിപാടിയായിരുന്നു. നടക്കുകയല്ല, അരയ്ക്കുക എന്നുള്ളത് വലിയ പരിപാടിയായിരുന്നു. പിന്നെ ഇപ്പോൾ പിന്നെയും ഞാൻ ദോശമാവ് അരയ്ക്കൽ പരിപാടിയിലേക്ക് കടന്നു. അപ്പോൾ നമ്മളുണ്ടാക്കുന്ന ആ മാവിൻ്റെ ഒരു ടേസ്റ്റ്, മാവിൻ്റെ അല്ല ദോശയുടെ ടേസ്റ്റ്, അത് വേറെ തന്നെയാണല്ലോ അല്ലേ. അതിൻ്റെ ഇടയിൽ ഇതേ ആ ചെറിയ കാന്താരി വന്ന് കുറച്ച് നേരം അവിടെ എന്തൊക്കെയോ കളിച്ച് ദോശമാവൊക്കെ ഒന്ന് നോക്കി പോയിട്ടോ. അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു. ഈ തണുപ്പാവുമ്പോൾ മാവ് പൊങ്ങാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ദോശമാവ് പൊങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എന്താ ചെയ്യാറെന്നുള്ളത് അറിയുമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു വിസിലും 20 മിനിറ്റും കഴിഞ്ഞ ശേഷം നമ്മൾ കുക്കർ തുറന്നു നോക്കിയപ്പോൾ കറക്റ്റായിരുന്നു കേട്ടോ. എല്ലാം കറക്റ്റായിട്ട് വേവും മസാലയും ഒക്കെ പക്കായിരുന്നു. ഞാനിവിടെയും എന്നെ തന്നെ പൊക്കി പറയുക വിചാരിക്കും. ദേ സൈഷേട്ടൻ വരുന്നുണ്ട് കേട്ടോ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ വിളിക്കുന്നതാ. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഷേട്ടൻ ഇങ്ങനെ നോക്കിയിട്ട് അതിൽ ഉപ്പുണ്ടോ ഇല്ലേ എല്ലാം കറക്റ്റായിട്ട് പറയുന്ന ഒരാളാട്ടോ. നന്നായിട്ടുണ്ടെങ്കിൽ നന്നായി, നന്നായിട്ടില്ലെങ്കിൽ നന്നായില്ല എന്ന് തന്നെ പറയും. അല്ലെങ്കിൽ എന്തിൻ്റെ കുറവാ എന്നൊക്കെ മനസ്സിലാക്കി പറയും. അപ്പോൾ എനിക്കത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് എന്ത് ഫുഡ് ഞാൻ ഇവിടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഫസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കും. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കും, അതിന് ശേഷം പുള്ളീനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വിളിക്കും. ദേ ആളെ റിയാക്ഷൻ കണ്ടില്ലേ, നന്നായിട്ടുണ്ട് ഇത്. അപ്പോൾ പിന്നെ എങ്ങനെയാ ഇനി ഭക്ഷണം കഴിക്കാൻ കിടക്കാം അല്ലേ. ദേ ഈ അമൂലിൻ്റെ ലസ്സി ഉണ്ടല്ലോ, ഞങ്ങളുടെ രണ്ടാളുടെയും ഭയങ്കര ഫേവറേറ്റാണ്. ഇതുവരെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നാട്ടിലും കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ചൂട് ബിരിയാണി ഞാൻ പോയി കഴിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.